ഹലോ ഗൈസ്, നമ്മൾ ഇന്നും വന്നിരിക്കുന്ന നമ്മുടെ രേണു സുധിയുടെ കുറേ വിശേഷങ്ങളും കുറേ അപരാധം പറച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് ആരെക്കുറിച്ചാന്ന് അറിയാമോ? നമ്മുടെ സജീന ചേച്ചിനെ കുറിച്ച്. ഈ രേണുസുധിയുടെ സീരീസ് എന്ന് പറഞ്ഞാൽ സത്യം ഒരു സീരിയൽ പോലെ ആയിട്ടുണ്ട്. കാരണം ഇവരെ കുറിച്ച് പറഞ്ഞാലും തീരത്തില്ല. ഇവര് നമുക്കിങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കണേ. ഇവര് സത്യം പറഞ്ഞാൽ ഇതിനെ അങ്ങ് ഒഴിവാക്കണം, ഇവരെ കുറിച്ച് ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്ന. പക്ഷെ ഇപ്പൊ ഈ സജീന എന്ന് പറയുന്നവളും ഇവള് വന്ന് പറയുന്ന ഓരോ എന്താ പറയണത്, ഇവക്കെന്ന് പറഞ്ഞാലല്ലേ ഞാൻ വിചാരിച്ച നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു നിലപാടില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്നതില് അത് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഈ പറയുന്ന ഈ രേണുസുനെ നമ്മൾ കണ്ടിരുന്നത്. ഞാൻ കണ്ടിരുന്നത് അങ്ങനെ പറയുന്ന ഒരു കാര്യത്തിലും ഒരു വ്യക്തിയില്ല, ഒരു നന്ദിയില്ല, ഒരു കൂറുമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പെടുത്തിയേക്കണായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പൊ മനസ്സിലായി, അവളെ കൂടാതെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. അതാണ് ഈ പറയുന്ന ഇവളുടെ കൂടെ നടക്കുന്ന എല്ലാവരും ഇങ്ങനെ ആയി പോകുന്നതാണ്. ഇതൊരു രോഗമാണ്. ഈ രേണുസുധിയുടെ അസുഖം ഒരു രോഗം പോലെ ഇവക്ക് പകർന്നു കിട്ടിയതാണോ അറിയില്ല. എന്തായാലും ഇപ്പൊ സജീന ചേച്ചിയാണ് താരമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ആ ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ആൽബത്തിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് കാഴ്ചകൾ എല്ലാവരും കണ്ട് ആ ഒരൊറ്റ കുറേ ബൈറ്റ്സും കുറേ റീൽസും ഒക്കെ വന്നതിന് ശേഷം അതിഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ആണ് കിടന്ന് കറങ്ങുന്നത്. അതായത് ഫ്രണ്ട്സായ ഞാൻ പോലും രേണുവിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കുറച്ച് ഓവറാണ് കുറച്ച് ഓവറാണെന്ന്. അന്ന് അത് കഴിഞ്ഞിട്ടാണ് അന്ന് വൈകിട്ട് നിന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ആ പോസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്തു. ആ എഡിറ്റ് ചെയ്ത പോസ്റ്റും എഡിറ്റ് ചെയ്യുന്നതിനുള്ള മുമ്പത്തെ പോസ്റ്റും കുറെ ആൾക്കാർ അതിന് മുമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ആ എഡിറ്റ് ചെയ്ത രണ്ടാമത് ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തത് നീ എന്നെ ഭീഷണിപ്പെടുത്തി ഗുണ്ടകളെ വിട്ട് തല്ലാൻ വന്ന്. സത്യം പറയാം, നിങ്ങൾ കേട്ടല്ലോ. അതായത് സജീനയുടെ ആദ്യത്തെ അപരാധം പറിച്ചത് നിങ്ങൾ കേട്ടല്ലോ. നിലപാടില്ലായ്മ എന്ന് വേണം നമുക്കിതിനെ പറയാനായിട്ട്. അതായത് എന്താ, രേണുസുധിനെ കുറിച്ച് ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിനുശേഷം അതായത് അതിനകത്ത് പറയുന്നത് ആ മറ്റേ ചെറുക്കനായിട്ടുള്ള കുറച്ച് രംഗങ്ങളാണ് ഈ പറയുന്നത്. അതിന് ശേഷം ഇതാണ് ഈ സജീനയുടെ ആദ്യത്തെ അപരാധം പറച്ചിൽ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഈ സജീന തന്നെ പറയുന്നുണ്ട്, ഇവരെന്താ പറയണത്, അതായത് ആ ചെറുക്കനായിട്ടുള്ള വീഡിയോസിന് ശേഷം രേണുസുധിനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ്സ് വന്ന് പറയുന്നുണ്ടെന്ന് ആൾക്കാർ. ഫുൾ നെഗറ്റീവ്സ് എന്നാ പറയണത്. ഈ നെഗറ്റീവ്സ് വന്നപ്പോ എന്തിന് നമ്മുടെ ഈ പറയുന്ന ഈ സജീന, അതായത് ഈ നിലപാടില്ലാത്ത ഇവള് വരെ വന്ന് വീഡിയോ ചെയ്ത എന്തിന് നെഗറ്റീവായിട്ട്, അതായത് ഈ രേണുസുന എന്ന് പറയുന്ന ഇവള് കാണിക്കണത് പോക്രിത്രമാണെന്നുള്ള രീതിയിൽ ഇവളൊരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം അന്ന് രാത്രി, അതായത് ഇവളോട് സംസാരിച്ചിട്ടില്ല. ഈ രേണുസുന എന്ന് പറഞ്ഞ ഇവളുടെ കൂട്ടുകാരിയോട്, ഈ സജീനയുടെ കൂട്ടുകാരിയോട് ഇവള് സംസാരിച്ചിട്ടില്ല. സംസാരിക്കാതെ എന്താ ചെയ്തത്, ഇവള് ഡയറക്റ്റ് അതൊരു വീഡിയോ ആക്കി ഇട്ടു. അതായത് സോഷ്യൽ മീഡിയ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും കൂടെ അവള് വീഡിയോ ആക്കി ഇട്ടു. വീഡിയോ ആയിട്ട് ഇട്ടതിന് ശേഷം അന്ന് രാത്രി ഇവള് രേണുസുനെ വിളിച്ച് സംസാരിക്കുന്നു. രേണുസുനയോട് സംസാരിച്ചതിന് ശേഷം ഇവർ തമ്മിൽ എന്തൊക്കെയോ ധാരണകൾ വരുന്നു. അതിനുശേഷം ഇവളെന്താ ചെയ്യണത്, ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്തു. അതാണ് ഇവളുടെ ആദ്യത്തെ നിലപാടില്ലായ്മ എന്ന് പറഞ്ഞാൽ. പറയുന്ന കാര്യത്തിൽ ഇവൾക്ക് യാതൊരുവിധ നിലപാടും ഇല്ല, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവേ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി അവളൊരു തെറ്റ് ചെയ്തു, അല്ലെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു തെറ്റ് ചെയ്തു, അതായത് അവൾ ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചെയ്യുന്നത് അതൊരു സോഷ്യൽ മീഡിയയുടെ പോസ്റ്റ് ഇടുകയല്ല ചെയ്യണം. എടാ നീ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുകയല്ല ചെയ്യണത്, സോഷ്യൽ മീഡിയയുടെ പോസ്റ്റ് ഇടുകയല്ല ചെയ്യുന്നത്. ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ചെയ്യരുത്, നീ ചെയ്ത് തെറ്റാണ്, നീ അത് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് 1, 2, 3, 4 തവണ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കാൻ നേരത്താണ് നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ ഇതുപോലെ ഒരു വ്ളോഗറായിട്ട് നിലനിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയുന്നത്, ഞാനിങ്ങനെ അവളെ വിളിച്ച് സംസാരിച്ചു, എന്നിട്ട് അവളൊന്നും കേട്ടില്ല, പക്ഷെ ഞാൻ ഇനി എൻ്റെ നിലപാട് വ്യക്തമാക്കാം എന്ന രീതിയിൽ നമ്മളൊരു പോസ്റ്റ് ഇടും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ആൾക്കാർ, അതായത് ഇത്തിരി ഒരു നിലപാടും, അതായത് കുറച്ച് എന്താ പറയണത്, ഒരു ക്യാരക്ടറൊക്കെ ഉള്ള ഒരാൾ ചെയ്യുന്നത് കാര്യം അങ്ങനെ ആയിരിക്കും. ഇവളെ സംബന്ധിച്ച് ഇവക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. ഇവൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമോ, ഇവള് ഈ മറ്റേ തേങ്ങാക്കുലകളാടുന്നു അതുപോലെ ഇങ്ങനെ ഇവള് കിടന്ന് ഇങ്ങനെ ആടി കളിക്കുന്ന ഒരു ടൈപ്പാണ് ഇവള്. അതെന്തായാലും നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ്സിലെ ഒരു വീഡിയോ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഈ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സിന് എനിക്ക് അറിയില്ല, ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന അറിയുന്നത്. ഞാൻ ഇതൊന്നും കാണാറുമില്ല,
കേൾക്കാറില്ല. സത്യം പറഞ്ഞാൽ സജിത ചേച്ചിയുടെ വ്ളോഗ് ചേച്ചി പറയുമ്പോൾ ഞാനൊന്ന് കാണും. അതല്ലാതെ എനിക്ക് യാതൊരുവിധ ഞാൻ എഡിറ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്താനോ ഒന്നിനും ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു, ഞാൻ ഒരു സൈഡിൽ കൂടെ ജീവിക്കുന്നു, എൻ്റെ ജോലിയായിട്ട് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾ ഈ വ്ളോഗേഴ്സ് പറയുന്ന പോലെ ഞാൻ ഭീഷണിപ്പെടുത്താനും പോയിട്ടില്ല, ഞാൻ എഡിറ്റ് ചെയ്തത് കളയാനും പോയിട്ടില്ല. ഒന്നും ഇതെന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല നിങ്ങൾ ഈ അടിക്കുന്ന നെഗറ്റീവ്സ് ഒന്നും. അത് ആദ്യമേ ഞാൻ പറയാം. നിങ്ങളുടെ ആരുടെയും വ്ളോഗ്സ്, സജിത ചേച്ചിയുടെ വ്ളോഗ്സ്, അതെ അതെ, രേണുസുര നമ്മുടെ വ്ളോഗേഴ്സിൻ്റെ വ്ളോഗ്സ് ഒന്നും തന്നെ കാണാനില്ല. ആരുടെയും റീൽസിനോ ഒന്നിനും അവൾ റിപ്ലൈ കൊടുക്കാറില്ല. എൻ്റെ റീൽസിൽ വരെ ഇവൾ വന്ന് റിപ്ലൈ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയണേ ഞാൻ ആരുടെയും റീൽസിന് റിപ്ലൈ കൊടുക്കാറ്, ഞാൻ ആരും നെഗറ്റീവ്സ് അടിക്കുന്ന ആരെക്കുറിച്ച് ഒന്നും പറയാറില്ല, ഞാൻ കാണാറില്ല, എനിക്ക് യാതൊരുവിധ ഐഡിയയില്ല. പിന്നെ ഇവളുടെ കുറേ ഫേക്ക് അക്കൗണ്ട്സ് വന്നിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കും, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചേച്ചി പറയണം ഞാൻ ആരും വീഡിയോ കാണാറില്ല. പക്ഷെ വീഡിയോ കാണാതെയാണ് ചേച്ചി ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി നമുക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കണം. കൊള്ളാം. അപ്പം അടുത്തൊരു നിലപാടില്ലായ്മയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവളാണ് ഏറ്റവും ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഇവള്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോട്ട് കാണാം. അത് പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് കരിഷ്മ എന്ന് പറയുന്ന എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് കരിഷ്മയും, പിന്നെ എന്റെ സ്വന്തം ചേച്ചിയും എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് അവിടെ ഈ സജീനയുടെ പേര് ഫ്രണ്ടായിട്ട് പോലും അതിന്റെ തലേന്നിരക്കി നെഗറ്റീവ് ഞാൻ കണ്ടത്. ഓക്കെ, അതിന്റെ തലേന്നിരക്കി സജിന ചേച്ചിയുടെ നെഗറ്റീവ് ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാൻ സൗകര്യം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്, വേറെ ഒന്നല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ എപ്പോഴും വിളിക്കുന്ന കരിഷ്മ. എനിക്ക് ഏത് പ്രോഗ്രാമിന് പോലും എന്റെ മാനേജറാണ്, അവള് ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ രമ്യ എന്റെ ചേച്ചിയാണ്. ഞാൻ ഇവിടെ പോലെ അവരുമായിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനത് അവരുടെ പേര് പറഞ്ഞു. സജിന ചേച്ചിയുടെ പേര് ഇപ്പൊ എനിക്ക് പറയണം. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ദേവു എന്ന് പറയുന്ന ഈ ഒരു വ്ളോഗർ കേട്ടിട്ടുണ്ടാവില്ല, ഇല്ല ഉണ്ടോ? അല്ലല്ല, അതും ദേവു തന്നെ പറയുന്നുണ്ട്. വേറെ ഇതിലൊക്കെ രേണു എന്റെ സൗകര്യത്തിന് ഞാൻ പറയാം, അത് ദേവുവിന്റെ സൗകര്യത്തിനല്ല രേണു സുന്ദി പറയുന്നത്, എന്റെ സൗകര്യത്തിനാണ് ഞാൻ. ഇതിലെ ഏറ്റവും വലിയ വിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന നെഗറ്റീവ്സ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവ്സിൽ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടോ വേറെ എന്തൊക്കെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് തീരുമാനിക്കുന്നത്. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ബ്ലോഗേഴ്സ് അല്ലേ. അപ്പൊ അങ്ങനെ തന്നെ. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കൂട്ട് ഭയങ്കര ഡീപ്പായിട്ട് അങ്ങ് ഹൃദയത്തിനകത്ത് അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഞാനിപ്പം ഈ ദയാവതം എന്ന് പറഞ്ഞൊരു സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ രേണുസുതിയെ കാണുന്നത്. കണ്ട അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് അവിടുത്തെ ഒരു പ്രത്യേക സ്നേഹം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഇടുന്ന വീഡിയോയിൽ അതല്ല സത്യം എന്ന് അറിയാവുന്ന മാത്രമാണ് ഞാനതെടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ വരെ. പക്ഷെ ഇന്ന് വരെ രേണുസുതിയുടെ വീട്ടുകാരെ ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഇപ്പൊ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് ഫുള്ളും അറിയാം രേണുസുതിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണെന്നുള്ളത്. പക്ഷെ രേണുവിന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. രേണു ആ ഒരു ഡെപ്തിലോ ഞാൻ എന്തുമാത്രം അവളുടെ ഇതില് പിന്നെ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ രേണുവിന് അറിയത്തില്ല. അതൊക്കെ എനിക്കറിയാം, ഞാൻ വ്ലോഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതേ അറിയാവുള്ളൂ, അല്ലാതെ ആ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന കണക്കത്തെ. അതെ അതെ അതെ, കണ്ട അന്ന് മുതൽ ഈ രേണു ചേച്ചിയോട്, അതായത് രേണുസുനയോട് നമ്മുടെ ഈ എന്താണ് സജീന ചേച്ചിക്ക് ഒരു പ്രത്യേക തരം സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോയിലൂടെ പോസ്റ്റ് ഇട്ട് നമ്മൾ കണ്ടത്. അതായത് അങ്ങനെ അതൊരു സ്നേഹത്തിന്റെ വലിയൊരു അടയാളമാണ്. നമ്മൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഈ ഒരു രീതിയിലൂടെയാണ്. അതായത് പോസ്റ്റ് ഇട്ട്, അതായത് രേണുസുദിനെ തന്നെ വെച്ച് കച്ചവടമാക്കിക്കൊണ്ടാണ് ഈ ചേച്ചിയുടെ സ്നേഹം ചേച്ചി പ്രകടിപ്പിക്കുന്നത് എന്നാണ് ചേച്ചി പറയുന്നത്. അതെ, ചേച്ചിയാണ് രേണുസുനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണ്, ചേച്ചിയുടെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് പിന്നെ ചേച്ചി പറയുന്നുണ്ടല്ലോ രേണുസുനയ്ക്ക് അറിയില്ലെന്ന്. രേണുസുനയ്ക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ രേണുസുനയ്ക്ക് ഈ നന്ദി എന്താണെന്നോ കടപ്പാട് എന്താണെന്നോ അങ്ങനെ ഒന്നും രേണുസുനയ്ക്ക് അറിയില്ല. രേണുസുനയ്ക്ക് അറിയാമെങ്കിൽ രേണുസുന ഒരിക്കലും ആ ബിഷപ്പിനോടും ഈ പറയുന്ന നമ്മുടെ മറ്റേന്താണ് എന്താ പേര് മറന്നുപോയല്ലോ, ആ കെട്ടിടം വീട് വെച്ചു കൊടുത്ത ആളുണ്ടല്ലോ, ആ ഫിറോസിനോടും ഒരിക്കലും രേണുസുന ഇങ്ങനെ പറയില്ലായിരുന്നു. അതാ രേണുസുനയ്ക്ക് അറിയില്ല. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ കണ്ടോ, നിന്നെ ഉടൻ തന്നെ ഇവള് പേപ്പർ ചുരുട്ടി കൂട്ടുന്നുണ്ട്, ഇവളെടുത്ത് കളയും. ഇവൾക്ക് നന്ദിയും കടപ്പാടൊന്നും ഇല്ല. പിന്നെ നിന്നോടത് കാണിക്കേണ്ട കാര്യമില്ല. നീയും ഇവളെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നീ ഇതിൽ കൂടി നിനക്ക് ഇതിലുള്ള നേട്ടം എന്ന് പറയുന്നത്. അതങ്ങനെ 10 നല്ലതിട്ട ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അത് തീരും. അതാണ് ഇപ്പോഴത്തെ സംഭവം. ഞാനങ്ങനെ കേട്ടോ, അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുവോ, ഷൂട്ടിനെ ചേച്ചി വിളിച്ചാൽ വരുമോ? ഇല്ലല്ലോ, എനിക്ക് അങ്ങനൊന്നും ഇല്ല. അത് ചേച്ചി ശരിയാണ്. അത് കൊള്ളാല്ലേ, രേണു കൊടുത്ത്. അതായത് 10 പോസ്റ്റ് ഇട്ടിട്ട് ഒരു നെഗറ്റീവ് ഇട്ട് തീർന്നു. അതായത് അതാണിപ്പോ ഈ പറയുന്ന നമ്മുടെ സജീന നിലവാരം ഇല്ലാത്ത ഇവള് കാണിച്ചു കൂട്ടിയത്. അവള് ചെയ്തു. ആ കാണിച്ചു കൂട്ടല് അത് രേണുസുനെ എടുത്തും പറഞ്ഞത് 10 പോസ്റ്റ് ഇട്ടിട്ട് ഒരു നെഗറ്റീവ് ഇട്ട് തീരും. എന്താ പറയണേ, ഇങ്ങനെ ഈ അടുത്തിരുത്തി കൊണ്ട് അടി കൊടുക്കാന്നൊക്കെ പറയില്ല, അതൊക്കെയാണ് ഇതെന്നൊക്കെ പറയണേ കേട്ടോ. പാവം ആ സമയത്ത് ഈ പുള്ളിക്കാരുടെ മുഖഭാവം നിങ്ങൾ നോക്കിക്കേ.
കട്ട് പറഞ്ഞാലേ എനിക്ക് അഭിനയം വരത്തുള്ളൂ. അപ്പൊ കുറച്ച് അധികമായിട്ട് കുറച്ച് കൂടുതൽ ഈ സിനിമ അഭിനയിക്കുമ്പോഴല്ലാതെയും രേണുസുതി ഭയങ്കര ഇന്റിമൻസ് ആയിട്ടാണ് ആണുങ്ങളോടൊക്കെ ഞാൻ ആണുങ്ങളോടൊപ്പം പോകുന്നതല്ല. അക്ഷയ് എന്റെ ഫ്രണ്ടാണ്, അവൻ നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ്, എനിക്കൊരു അനിയനാണ് അവൻ. ഞാൻ ചെവിയിൽ പറഞ്ഞാണോ നിങ്ങൾക്ക് ഇത്, അതോ ആ ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇന്റിമസി, അതോ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ നിങ്ങൾക്ക് അത്ര ഇന്റിമസി ആയി? ഞങ്ങൾക്ക് അങ്ങനെ വല്ല രഹസ്യം ഉണ്ടെങ്കിൽ റൂം എടുക്കാം, ഹോട്ടൽ റൂമുണ്ട്, അവിടെ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം കാണിക്കാൻ. നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ ആരും അറിയില്ലല്ലോ. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനത് സിമ്പിൾ, നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെയാണോ പറയുന്നത്, നമ്മുടെ മനസ്സിൽ കളവില്ലാതെ നമ്മൾ അങ്ങനെ പറയും. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചെടുക്കാനുള്ളവർ എടുത്തോളൂ, ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ കണ്ണിന്റെ തോന്നല്, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല രേണു, ഇപ്പൊ ആ ഒരു ഇത് കണ്ടതിന് ശേഷം നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് കമന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുന്നവന്റെ കണ്ണിലെ കുരുവാണ്, കാണുന്നവന്റെ കണ്ണിലെ സൗന്ദര്യമാണ്. അല്ല ഈ ബ്ലോഗർമാരെ വിട്, ബ്ലോഗർമാരെ അല്ല ഞാൻ പറയുന്നത്. പറഞ്ഞോട്ടെ, അത് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി. എനിക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ്. എനിക്ക് എന്ത് സപ്പോർട്ട്? കുറെ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് ആണോ? അത് സപ്പോർട്ടാണ്. എനിക്ക് മാസം കൊണ്ട് ഇവരാരും കൊണ്ട് പൈസ തരുന്നില്ല. അപ്പൊ പിന്നെ അവർ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കേണ്ട കാര്യം എനിക്കില്ല ചേച്ചി. കണ്ടല്ലോ രേണുസുനയുടെ വീണ്ടും നിറം പുറത്ത്. അതായത് ഇവിടെ ഓന്ത് മാറത്തില്ല, അതില് സ്പീഡിയാണ് ഇവളുടെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടല്ലോ രേണുസുന നല്ല നൈസായിട്ട് ഈ പുള്ളിക്കാരിക്കിട്ടും ഒരു കുത്തു കൊടുക്കണം കണ്ടല്ലോ. അതായത് പുള്ളിക്കാരി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാവം കേട്ടോ, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടല്ലോ. അതുകൊണ്ട് ഈ പുള്ളിക്കാരി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രേണുസിന് അടുത്തോട്ട് അടുക്കുന്നില്ല. അവള് പറയണ എന്താ, നെഗറ്റീവ്സ് കമന്റ്സ് ഇട്ടോട്ടെ, എനിക്ക് എന്താ ഇവരെനിക്ക് വീട്ടിൽ കൊണ്ട് തരുന്നുണ്ടോന്ന്. അതായത് അവള് വീണ്ടും പറയുന്നത്, പാവം ഈ സപ്പോർട്ട് ചെയ്യുന്ന സജീന ചേച്ചിയാണെങ്കിൽ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നിനക്ക് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ നിനക്കിപ്പം നെഗറ്റീവ് അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴും രേണുസിനെ പറയുകയാണ്, എനിക്ക് ചെലവിന് തരുന്ന അവരൊന്നും അല്ലല്ലോ എന്ന്. മനസ്സിലായല്ലോ? ഈ രേണുസുനേനെ സപ്പോർട്ട് ചെയ്യുന്നവർ കണ്ടല്ലോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നാളെ ഇവൾക്കെതിരെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളത് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. ഇവളെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ ആരൊക്കെയാണോ അതെല്ലാം ഇവൾക്ക് ശത്രുക്കളാണ്. അതാണ് ഇവള് പറയുന്നത്. നെഗറ്റീവ്സ് വേണ്ട, വരുവാണെങ്കിൽ പോസിറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അവൾ റിപ്ലൈയും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. പക്ഷെ നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ ഇവളെന്താ ചെയ്യണത്? അവളത് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. ആരാ എന്താന്ന് വെച്ചാൽ കാണിച്ചു. നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരായി മാറി. അതാണ് ഇവൾ ഉദ്ദേശിക്കുന്നത്. അക്ഷയ് ഞാനും ഫ്ലാറ്റിൽ അവിടെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതല്ലാതെ അവരുടെ ഫ്രണ്ട്സും ഉണ്ടായി. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ റൂം എടുക്കാൻ പറ്റാത്ത ഞങ്ങൾ അവിടെ ഫ്ലാറ്റിൽ താമസിച്ചത്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് അതിൽ ഒരിക്കലും നിന്നെ നീ നെഗറ്റീവ് ആണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇത് നീ ഇട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. മനസ്സിലായ? ബ്ലോഗർമാര് പറയുന്നത് ഇത് തന്നെയാണ്. രേണു ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇപ്പൊ ആദ്യം പറഞ്ഞ് ഒരു മുസ്ലിമിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, കല്യാണം കഴിക്കാൻ പറയുന്നത് അത് ചുമ്മാതാണെന്ന് പറയുന്നത്. ചുമ്മാ അല്ലെന്ന് നമുക്കറിയാലോ. വീണ്ടും ഇട്ടായിരുന്നോ? ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത് പറയുന്നത്. അപ്പം എനിക്ക് നമ്മളെ ഞാൻ എനിക്ക് ഒറ്റ കാര്യം കൂടെ പറയാൻ രേണുവിന്റെ അടുത്ത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് രേണു. നമുക്ക് നെഗറ്റീവ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇതിനെക്കാട്ടി കൂടുതൽ വൈബാണ്. നല്ല കാര്യമല്ലേ, എല്ലാവരും പോസിറ്റീവ് ആഗ്രഹിക്കുന്ന ആളല്ലേ. അപ്പൊ അവർക്ക് കുറച്ച് സജഷൻ ഉണ്ട് നിന്റെ അടുത്ത് പറയാം. സജഷൻ അതല്ലാതെ നിന്റെ അടുത്ത് ആജ്ഞാപിക്കുമല്ലോ. അവര് സജഷൻ കാരണം എന്ന് പറഞ്ഞാൽ വീണ്ടും സപ്പോർട്ട് സിസ്റ്റമായ നമ്മുടെ സജീന ചേച്ചി രേണുസുനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, അത് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പട്ടിക്ക് പോലും വക ചെയ്യുന്നില്ല നമ്മുടെ രേണുസുന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസിനെ പറയണ, അതായത് പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കണം, നീ നെഗറ്റീവ് ആണെന്നല്ല ആൾക്കാർ പറയുന്നത്, നീ നെഗറ്റീവ് ഇട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും അവൾ പറയണത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അത് തന്നെ ഞങ്ങളും പറയണത്, നീ നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട്, നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം നശിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നീ. എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ കാണണം. പിന്നെ അവൻ്റെ കാര്യം പറയുന്നുണ്ട്, നീ അവനെ കെട്ടിപ്പിടിക്കുന്നോ, നീ ഉമ്മ വയ്ക്കുന്നോ ഒന്നുമല്ല. ഇതിന്റെ ഡയറക്ടർ വരെ വന്ന് പറയുന്നുണ്ട്, നീ ഇതൊക്കെ ഈ കോപ്രായങ്ങളും ഈ പേക്കൂത്തൊക്കെ കാണിക്കുന്നത്, അതായത് അവരുടെ സീൻസ് കഴിഞ്ഞിട്ട്, അവരുടെ പാക്കപ്പ് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നീ കാണിക്കുന്നതെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതൊന്നും അവരുടെ വീഡിയോസിലുള്ളതെന്ന്, അവരുടെ ആൽബത്തിലോ ഷൂട്ടിലോ ഒന്നും തന്നെ ഇല്ലെന്ന് നിന്റെ ഡയറക്ടർ വരെ വന്ന് പറഞ്ഞ് ഇവിടെ
പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇവള് പറയുന്നുണ്ട് ഇവളുടെ കല്യാണം കഴിക്കാൻ പോണം. നീ ആരെ വേണമെന്ന് വെച്ചാൽ കെട്ടടി മോളെ, നീ കെട്ടണം. നീ ഒരിക്കലും നിന്നെപ്പോലുള്ള ആളുമാരൊന്നും ഒരിക്കലും ഇങ്ങനെ കെട്ടാതെ ഇരിക്കരുത്. നീ കെട്ടേണ്ട സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആൾക്കാരുടെയും കൂടെ ആവശ്യമാണ്. നിന്റെ കല്യാണം ഞങ്ങൾക്ക് കാണണം, നീ വേറൊരാളെ കെട്ടണം. പിന്നെ നീ നാളെ ഇപ്പം നീ ഇക്കേനെ കെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ, ഇനി നാളെ വന്ന് നീ പറയാം നീ വല്ല പട്ടീനെ കെട്ടുന്നോ, നീ വല്ല പൂച്ചേനെ കെട്ടുന്നോ, നീ വല്ല കഴുതനെ കെട്ടുന്നോ, അങ്ങനെയൊക്കെ നീ വന്ന് പറയുമായിരിക്കും. പക്ഷേ നീ ഇതൊക്കെ പറയുന്നത് വെറുതെ ഇട്ട് കൊടുക്കലാന്ന് ഇവിടെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇത് ഇട്ട് കൊടുക്കണ എന്തിനാണെന്ന് നിന്നെ, പക്ഷെ ഈ ഇട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ബാക്കിയുള്ളവരും കൂടി അറിയണ്ടേ. ബാക്കിയുള്ളവർ നിന്റെ പുണ്യാളത്വം പറഞ്ഞുകൊണ്ട് നടക്കണം. നീ 2 പിള്ളേരുടെ അമ്മയാണ്, പിന്നെ എന്നാ നീ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ഇങ്ങനെ കുടുംബം നോക്കണത് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്കും കൂടി ഒരു മാനക്കേടല്ലേ, നിന്നെപ്പോലുള്ളവര്. അത്രയും ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. രേണുസുനെ പറയുന്നത് കേട്ടല്ലോ, അവൾക്ക് സജഷൻസ് ഒന്നും വേണ്ട. അവളെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തവർ പോലും അവരുടെ കയ്യിൽ നിന്ന് പോലും ഇവൾക്ക് സപ്പോർട്ടൊന്നും വേണ്ട. അവൾക്ക് തോന്നിയ പോലെ അവൾ ജീവിക്കും. അത് നിന്റെ ഇഷ്ടം, നീ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ. അവൾക്ക് പക്ഷേ ഈ സപ്പോർട്ട് ചെയ്തവർ പറയുന്നത് പോലും അവൾ കേൾക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ? നാളെ ഇവളുടെ അടുത്തിരിക്കുന്ന ഇവളുണ്ടല്ലോ, ഈ എന്താണ് സജീന ഇവളെ വരെ ഇവിടെ എടുത്തിട്ട് പെരുമാറും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് വെച്ച് കൊടുത്തവരെയും ആ അച്ഛനെയും ഇത്രയും ഉപദ്രവിക്കുന്ന ഈ നന്ദി കെട്ടവള്, ഇവൾ ഉറപ്പായും ഇവൾക്കെതിരെയും തിരിയും. ഇപ്പോൾ ഈ സജീന എന്ന് പറയുന്നവളാണെങ്കിൽ പിടിച്ചു നിൽക്കുന്നതിന് റീച്ചിന് വേണ്ടിയിട്ട്, ഇവളുടെ കൂടെ ഇരുന്നാലേ റീച്ചിന് ഉണ്ടാവുള്ളൂ എന്ന് അവൾക്കറിയാം. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സജീന ഇരിക്കുന്നത്. ഈ സജീന ഇവിടെ വന്ന് ഇരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണെന്ന് ഈ പറയുന്ന ഈ മോളുണ്ടല്ലോ, ഈ രേണാസുന, ഇവൾക്കും അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവളും ഇരിക്കുന്നത്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇല്ലേ ഒരു വാലിമേ കിട്ടാന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ ഐറ്റങ്ങളൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ ഒരേ ഗണത്തിൽപ്പെട്ട ഒരേ ജനസിൽ പിടിച്ച ആൾക്കാരൊക്കെ തന്നെയാണ്. എന്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ അക്ഷയുടെ ചെവിയിൽ ഇനി ചിലപ്പോൾ പറയും. അതൊക്കെ എന്റെ ഇഷ്ടമല്ല. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പിടിച്ചു തൂങ്ങുന്നത്? എനിക്കറിയത്തില്ല. വ്ളോഗേഴ്സ് എന്തിനാണ് അക്ഷയുടെ ചെവിയിൽ പറയുന്നത്, അതിനകത്തൊക്കെ പിടിച്ചു തൂങ്ങണം? ഇത് നീ ഇട്ടതെന്നല്ലേ. എനിക്ക് ഏതൊരു നടിമാരും പറയണത് എന്താണെന്ന് ഒരു അതായത് അവരെ ഷൂട്ട് കഴിഞ്ഞാൽ അവരെ പേഴ്സണായിട്ടുള്ള രംഗങ്ങളൊന്നും ആരും തന്നെ എടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് സാധാരണ. നീ പക്ഷെ അത് എടുക്ക എന്ന് പറഞ്ഞ് നീ പുറകെ നടക്കുന്നവളെ എന്തിനു വേണ്ടിയിട്ടാ? റീച്ചിന് വേണ്ടിയിട്ടാ. അല്ലാതെ നിന്റെ പുറകെ ഞങ്ങൾ ആരും വന്നിട്ട് ക്യാമറയും കൊണ്ട് നിന്റെ പുറകെ വന്ന് കെട്ടിത്തൂങ്ങി കിടക്കുന്നില്ല. നീ പറയുന്ന കാര്യങ്ങൾ, അത് നീ ഞങ്ങൾക്ക് ഇട്ട് തരുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിനക്ക് നെഗറ്റീവ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അറിയാത്ത മണ്ടന്മാരാണ്, മണ്ടികളാണ് ഈ നാട്ടിൽ ജീവിക്കുന്നവർ. നീ വിചാരിക്കരുത് പൊന്നു മോളെ രേണാസുന. എന്നാലും കഷ്ടം. ഈ സജീന മോള് ഒരുപാട് കിടന്നങ്ങ് കഷ്ടപ്പെടുന്നുണ്ട് രേണുവിനെ വിളിപ്പിക്കാനായിട്ട്. പക്ഷെ സാധിക്കണില്ല. അവൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഉത്തരവൊന്നും അല്ല നമ്മുടെ ഈ രേണുസുനയുടെ കയ്യിൽ നിന്ന് വരണത്. എല്ലാം നെഗറ്റീവ്സ്. എന്തായാലും സജീനയ്ക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവളൊന്നും കൂടി ഒന്ന് ആൾക്കാരുടെ മുന്നിൽ തുറന്ന് കാണിച്ചു കൊടുത്തു. വെളുപ്പിക്കാൻ വന്നതാണ്, പക്ഷേ കറുപ്പിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ രേണാസുനയുടെ ഇനിയും കുറെ ക്രയവിക്രമായി കുറെ വീഡിയോസ് ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കാണണം. കാര്യം എന്ന് വെച്ചാൽ അതിനെ കുറിച്ചും കൂടി പറഞ്ഞാലേ ഇതിനൊക്കെ ഒരു പൂർണ്ണത വരുള്ളൂ. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അപ്പം അതുവരെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.